ഇവരെയൊക്കെ ആരാണ് ക്യാപ്റ്റനാക്കിയത്? ക്യാപ്റ്റനാക്കിയാൽ നിങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ. രാവിലെ തന്നെ കട്ടക്കലിപ്പിൽ അനുമോൾ വന്നിരിക്കുക കേട്ടോ. അനുമോൾ പറഞ്ഞത് 100% ശരിയാണ്. ഇവരൊക്കെ ആരാ ക്യാപ്റ്റനാക്കിയത്? ക്യാപ്റ്റനാക്കിയവരെ പറഞ്ഞാൽ പോരെ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് രാവിലെ തന്നെ ഫുഡ് കിട്ടിയില്ല. ഈ 3 ക്യാപ്റ്റന്മാരും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തൊരു ക്യാപ്റ്റന്മാർ. മറ്റൊരു 2 പേരും നേരത്തെ ക്യാപ്റ്റൻസി വന്നതാണ്. അക്ബർ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അക്ബറിനെ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷെ അതൊന്നും അക്ബറിനില്ല. അക്ബറിനെ എങ്ങനെയെങ്കിലും ഫുഡൊക്കെ കഴിച്ച് അവിടെ വെറുതെ ഇരുന്നാൽ മതി, ആരും ഭരിക്കാൻ വരരുത് എന്നുള്ള രീതിയിലാണ് അക്ബറിൻ്റെ പോക്ക്. അക്ബറിൻ്റെ മാത്രമല്ല കേട്ടോ, എല്ലാ 3 ക്യാപ്റ്റന്മാരും അത്തരത്തിൽ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അനുമോൾ ചോദിക്കുന്നത് ആദിലെടുത്ത്, നൂറെടുത്ത്, സാബുമാൻ്റെ അടുത്താണ്. നിങ്ങളൊക്കെ കൂടിയല്ലേ അവരെ ക്യാപ്റ്റനാക്കിയത്? ഞാനിവരെ ക്യാപ്റ്റൻസിയിലേക്കൊന്നും നോമിനേറ്റ് ചെയ്തിട്ടില്ല. ഞാനൊരു ക്യാപ്റ്റൻ്റെ വോട്ട് വേസ്റ്റാക്കി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എൻ്റെ മെക്കിട്ടേക്ക് വന്നല്ലോ. നിങ്ങൾ എന്തിനാ ഇവർക്ക് വോട്ട് ചെയ്യുക? ഇവർ വോട്ട് ചെയ്ത് നിങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ എന്ന്. അതായത് ടാസ്കിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കേണ്ടത്. അതിപ്പോൾ അവസാനത്തെ ആഴ്ചയാണ്. അതേ ടിക്കറ്റ് ടു ഫിനാലെ നടക്കുന്നു. ഇപ്പോഴാണ് ഇവർക്ക് ബോധ്യമായത്. ബിഗ് ബോസ് 1000 വട്ടം വിളിച്ചു പറയാറുണ്ട്, നിങ്ങളുടെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇവരുടെ പ്രകടനം എന്ന് പറഞ്ഞാൽ ടാസ്ക് കളിക്കുന്നത് ഒന്നാമതാവുന്നത് മാത്രമാണ് ഇവരുടെ പ്രകടനം എന്ന് പറയുന്നത്. അല്ലാതെ വീടിനുള്ളിൽ എങ്ങനെ അത് അതിജീവിക്കുന്നു എന്നുള്ളതൊന്നും ഇവരുടെ കൺസിഡറേഷനേ അല്ല. അതിനൊക്കെ ആ അനീഷിനെയും അനുമോളെയും പിടിച്ച് ജയിലിലേക്ക് ഇടും. ഇവരൊക്കെ എന്തൊക്കെ കണ്ടന്റുകളാണ് തരുന്നത്, അവർക്ക് എന്ത് വൃത്തിയിലെ ടാസ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നത്, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരെയൊക്കെ പിടിച്ച് ജയിലിലും വിടും. ഇങ്ങനെ കുത്തിത്തിരിപ്പും പ്രശ്നമൊക്കെ ഉണ്ടാക്കി മാറി മാറി നിൽക്കുന്ന, എങ്ങനെ വീട് കുളമാക്കാം എന്നുള്ളവരെ പിടിച്ച് ക്യാപ്റ്റനും ആക്കിയാൽ ഇങ്ങനെ ഇരിക്കും. അത് അനുമോൾ പറഞ്ഞത് 100% ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഈ ആഴ്ച ജയിൽ നോമിനേഷനൊക്കെ ഉണ്ടാവുമെന്ന് ആർക്കറിയാം. സാധാരണ അവസാന ഘട്ടമെത്തുമ്പോൾ ജയിൽ നോമിനേഷനൊക്കെ ഉണ്ടാവാറില്ല. ഈ ആഴ്ച ഉണ്ടാവുമായിരിക്കും, അടുത്ത ആഴ്ച മുതലായിരിക്കും ഇല്ലാത്തത്. എന്തായാലും നമുക്ക് നോക്കാം, എന്താണെന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.